ഹായ്, ഞാൻ നീതു കൃഷ്ണ. ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ സൈലം ക്യാമ്പസിൽ ACCA കോഴ്സ് ചെയ്യാണ്. ഇപ്പോൾ 7ഓളം പേപ്പേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന FR ആണ്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുകയാണ് മെയിനായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് എക്സാംഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു ഓരോ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും ഞാൻ പറയും, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, ഡെയിലി പഠിക്കണം. എന്തായാലും നന്നായി കിറ്റ് പ്രാക്ടീസ് ചെയ്യുക. BPP ആയാലും കപ്ലാനായാലും നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു സ്റ്റഡി ഹബ് പറഞ്ഞൊരു ACCA ഇറക്കിയിട്ടുണ്ട്. അതുകൂടി ചെയ്യുന്ന വളരെ നല്ലതാണ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നല്ലോണം എക്സാമിന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്യാൻ കാരണം തന്നെ വിശാൽ സാറാണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ജോയിൻ ചെയ്തത്. പിന്നെ പൂജ മാമും നന്നായി എടുക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സൊക്കെ ക്ലിയറായി പറഞ്ഞു തരുന്നുണ്ട്. മാമും കിറ്റ് നല്ലോണം ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട് ചോദിച്ചാലും പൂജ മാം ആയാലും വിശാൽ സാറും നന്നായി പറഞ്ഞു തരുന്നുണ്ട്. ഇനി മെൻറ്റേഴ്സ് ആണെങ്കിലും അവരുടെ മാക്സിമം അവർ എഫേർട്ട് ഇടുന്നുണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായി പേപ്പർ ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സൈലത്തിലാണെങ്കിൽ സ്റ്റഡി റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും അങ്ങനെ അധികം സ്റ്റഡി റൂം പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. സ്റ്റഡി റൂമിൽ തന്നെ ആണെങ്കിൽ മെൻറ്റേഴ്സും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് സംശയം ചോദിക്കാനും, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പൂജ മാമും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല സംശയം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം. നമ്മൾ പിന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റഡി റൂമിൽ പോയിരുന്ന് പഠിക്കുകയാണ് ചെയ്യാറ് ഇവിടെ സൈലത്തിൽ. അത് നല്ലൊരു കാര്യമായി തോന്നി, സ്റ്റഡി റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ആണ് ഏറ്റവും വേണ്ടത്. നമുക്ക് എക്സാം എഴുതാൻ പോകണം. ACCയിൽ ഏറ്റവും വേണ്ടത് നമ്മൾ 50% പഠിച്ചിട്ടുള്ളെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ബാക്കിയുള്ള 50% കോൺഫിഡൻസ് ആണ്. എക്സാമിന് എന്തായാലും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ മെൻറ്റേഴ്സും ട്യൂട്ടേഴ്സൊക്കെ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായാലും ചെയ്യുക. പിന്നെ അറിയാത്തൊരു ക്വസ്റ്റ്യനാണ് തോന്നിയാൽ പിന്നെ അതിലധികം നേരം സമയം ചിലവാക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. കാരണം നമുക്ക് ആകെ 3 hours അലൗഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ ACCA മുഴുവൻ ഫ്ലോപ്പായി പോകും നമുക്ക് ആക്ച്വലി. അതുകൊണ്ട് അറിയുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തു പോവുക. ACCയിലെ ഒരു ക്വസ്റ്റ്യന് 4 ഉത്തരമാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 4 ഉത്തരം നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ നമ്മൾ ആദ്യം എന്തായാലും ചെയ്യുന്ന ആൻസർ ആയിരിക്കും മിക്കവാറും എന്തായാലും ശരി ഉണ്ടാവുക. പിന്നെ നമ്മൾ അധികം കൂടുതൽ അതിൽ സമയം കളയാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പോവുക. നമ്മൾ കറക്റ്റ് പാറ്റേൺ A സെക്ഷൻ ചെയ്യാനും B സെക്ഷൻ ചെയ്യാനും കറക്റ്റ് ടൈം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരിക്കും എക്സാം. സ്ട്രെസ് ഓഫ് കോഴ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ കോൺഫിഡൻസ് 50% അല്ലെങ്കിൽ 100% വെച്ച് പോയാൽ തന്നെ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ACCA പറയുന്നത് ആക്ച്വലി നമ്മൾ ഓരോ പേപ്പർ ചെയ്യുമ്പോഴും എസ്പെഷ്യലി സ്കിൽ ലെവൽ ചെയ്യുമ്പോൾ A സെക്ഷൻ ചെയ്യാൻ ഇത്ര സമയം, B സെക്ഷൻ ചെയ്യാൻ ഇത്ര സമയം, C സെക്ഷൻ ചെയ്യാൻ ഇത്ര സമയം എടുക്കാൻ പാടുള്ളൂ എന്ന് ശരിക്കും ഉണ്ട്. നമ്മൾ A സെക്ഷൻ കഴിഞ്ഞില്ലേ വിചാരിക്കുക, നമ്മൾ അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള B സെക്ഷൻ C സെക്ഷൻ്റെ സമയം കൂടിയാണ് നമ്മൾ A സെക്ഷനിലോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻസ്ഡ് ആവും. ലാസ്റ്റ് C സെക്ഷൻ ചെയ്യാൻ നമുക്ക് ഒട്ടും സമയമില്ലാണ്ടാവും. C സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വിശാൽ സാറ് നമുക്ക് ഇവിടെ ഓരോ A സെക്ഷൻ എത്ര ടൈം എടുക്കണം, B സെക്ഷൻ എത്ര ടൈം എടുക്കണം, C സെക്ഷൻ ചെയ്യാൻ എത്രത്തോളം ടൈം നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വിശാൽ സാർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ACCA കുട്ടികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.